8 നോമ്പു നോറ്റു കൃപ നേടുവാനായി ദൈവമാതാവിനോടൊപ്പം നമുക്കൊന്നിച്ചു ദൈവത്തെ വാഴ്ത്താം. ആമേൻ, ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, സുഭാഷിതങ്ങൾ 25:14 കൊടുക്കാത്ത ദാനത്തെക്കുറിച്ച് വൻപ് പറയുന്നവൻ മഴ തരാത്ത മേഘങ്ങളും കാറ്റും പോലെയാണ്. വിധിക്കുകയാണെന്ന് കരുതരുത്. ചില മനുഷ്യരോട് അടുക്കുമ്പം അവർ 2 മണിക്കൂർ സംസാരിക്കും പണ്ട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്. ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, സഭയ്ക്ക് അത് ചെയ്തു, പള്ളി ഇരിക്കുന്ന ഞങ്ങളുടെ സ്ഥലത്താണ്, ഞങ്ങൾ കൊടുത്താണ് കുരിശടി, ഞങ്ങളത് ചെയ്ത് പള്ളിക്ക് ഷീറ്റിട്ട് ഞങ്ങൾ 150 ബൈബിൾ മേടിച്ചു കൊടുത്ത്. നല്ല കാര്യമാണ്. പക്ഷെ പണ്ടതൊക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ഇന്ന് നീ ചെയ്യാത്ത ദാനത്തെക്കുറിച്ച്, ചെയ്യാൻ പറ്റാത്തതിനെ കുറിച്ച് പണ്ടത്തെ വീരവാദം പറയുകയും 2 മണിക്കൂറും 3 മണിക്കൂറും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നവൻ ശരിക്കും ദ്രോഹം ചെയ്യുക. മഴ തരാത്ത മേഘങ്ങളും കാറ്റും പോലെയാണ്. വെറുതെ നമ്മൾ നോക്കി നിന്ന് മടുത്തു പോകത്തുള്ളൂ. മഴ പെയ്യുമെന്ന് നാം ആശിപ്പിക്കും, ഒന്നും സംഭവിക്കില്ല. ഇങ്ങനെയുള്ള മനുഷ്യരാണ് ഞാൻ. പറ്റി വരണ്ട ജലാശയം പോലെയും വെറുതെ വർത്തമാനം പറഞ്ഞ് മനുഷ്യരെ ഭ്രമിപ്പിച്ചു കളയും. വിധിക്കുകയല്ല. ഏതാനും ചില മനുഷ്യരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അവർ സുവിശേഷ വേലയ്ക്ക് ഇരിക്കെ, കാണാം, മിണ്ടാം, കൂടെ നിൽക്കാൻ, കൈത്താങ്ങ് തരാമെന്നൊക്കെ പറയും. ഒത്തിരി വാഗ്ദാനം നൽകും. സുവിശേഷ വേലയ്ക്ക് കൈത്താങ്ങ് നൽകാമെന്ന് പറയും, കൂടെ വിയർക്കാമെന്നും കഷ്ടപ്പെടാമെന്നും പറയും. അവരെ നമ്പി നമ്മൾ നിന്നാൽ ആ നിൽപ്പ് നമ്മൾ നിൽക്കത്തേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ചെയ്യാവുന്ന ശുശ്രൂഷ എൻ്റെ സഭയ്ക്കും സുവിശേഷത്തിനും വേണ്ടി ചെയ്ത് തെളിയിക്കുന്ന ഒരുപടി മക്കൾ സഭയിൽ ഉയർന്നു വരട്ടെ. അമ്മേ, നിന്റെ പേര് പോലൊരു ഇമ്പം ചെമ്മേ എൻ്റെ ചങ്കിലുമേകണമേ. കന്യേ, നിന്റെ ജീവിതത്തിൻ്റെ സത്യം എന്നും എൻ്റെ ഉള്ളിലുമേകണമേ. സിയോൻ മാതാവേ, ആനന്ദമേകുന്നൊരമ്മ നീയേ, കാരുണ്യമാതാവേ, സാന്ത്വനമേകുവാൻ നീ വരണേ. എന്നും മുന്നിൽ നിൽക്കുന്നമ്മേ, മക്കൾ മാതാവേ, മണ്ണിൽ നിന്നോടൊപ്പം വാഴ്ത്താനെത്തും മാതാവേ. സിയോൻ നാട്ടിൽ ശാലോം പാട്ടിൽ നിന്നോടൊപ്പം ചേരാനും, സിയോൻ നാട്ടിൽ ശാലോം പാട്ടിൽ നിന്നോടൊപ്പം ചേരാനും, നിൻ മകനീശനെ